ദൈവത്തിന് സ്വരം കടന്നു എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്വരം. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലൂടെ ആരംഭിക്കാനാണ് വിചാരിക്കുന്നത്. എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് ദൈവത്തെ വിശ്വസിക്കാൻ അനുഭവങ്ങളുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബം എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും തെറ്റില്ല. കാരണം ഞാൻ 3-ാം ക്ലാസ് കഴിഞ്ഞ് 4-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ടൊരു പെന്തക്കോസ്ത് ശുശ്രൂഷകൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു. അതിൽ തുടങ്ങിയുണ്ടായ മാറ്റങ്ങളിലൂടെയാണ് ഈ CSI വിശ്വാസത്തിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് പോകുന്നത്. എൻ്റെ അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ വല്യപ്പച്ചൻ, ഞാൻ അപ്പച്ചൻ എന്ന് വിളിക്കുന്ന വല്യപ്പച്ചൻ, ഞങ്ങൾ വളരെ ഇൻ്റലക്ച്വൽ കോൺവെർസേഷൻ എന്ന് പറയാവുന്ന സംഗതി വരെ ഞാനും അപ്പച്ചനും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രായം ഒത്തിരി ചെറുതാണ്. അദ്ദേഹം ആ സമയത്ത് ഒത്തിരി അറിവും വായനയുള്ളൊരു മനുഷ്യനാണ്. എന്നിട്ടും അങ്ങനെ കോൺവെർസേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റത്തിനിടയ്ക്കും ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്ത് 2 വീട്ടിലായിട്ട്, ഞങ്ങളൊരു വീട്ടിൽ അപ്പുറത്ത് അപ്പച്ചനും അമ്മച്ചിയും മറ്റൊരു വീട്ടിലായിട്ട് താമസിച്ചിരുന്ന കുറച്ച് കാലമുണ്ട്, കൊട്ടാരക്കരയ്ക്ക് അടുത്ത്. അപ്പോൾ രോഗത്തിൽ കിടന്നാൽ, ഇപ്പോൾ പനിയൊക്കെ വന്നൊക്കെ വീട്ടിൽ കിടന്നാൽ, സ്കൂളിൽ പോകാതെ കിടന്നാൽ എൻ്റെ പേരൻസ് വന്ന് പ്രാർത്ഥിക്കും. അതോടൊപ്പം അപ്പച്ചനും അമ്മച്ചിയും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട്. അരമയക്കത്തിലാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയിരുന്നൊരു സംഗതിയുണ്ട്. അവരൊരു സാധാരണ പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ അവർ വന്ന് നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവസാനം പോകുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ പ്രാർത്ഥന തീർന്ന് കൈ എടുക്കുന്നതിന് മുമ്പ് ആ കൈ കൊണ്ട് തന്നെ ഒരു കുരിശും കൂടെ വരച്ചിട്ടാണ് അവർ പോകാറുള്ളത്. ശരീരത്തികളെ കുറിച്ചല്ല ഞാൻ എൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നതാണ്. ദൈവത്തിന് സ്വാഗതം. അതിനുശേഷം കുറച്ചുകൂടെ വളർന്നു വന്നപ്പോഴത്തേക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസം ഭയത്തിൽ രൂപപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചൊരു ഭയം. ദൈവത്തെ വിട്ടുപോയാൽ ദൈവം അടിക്കും, പൊട്ടൊഴിക്കും, അല്ലെങ്കിൽ ശിക്ഷിക്കും. അതിനൊക്കെ പല കാരണങ്ങളുമുണ്ട്. ഏറ്റവും നല്ലൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഞാൻ 17 വയസ്സ് കഴിഞ്ഞൊരു സമയത്ത് അല്പം മുടി നീട്ടി വളർത്തി. നമുക്കറിയാമല്ലോ ഈ നമ്മുടെ സഭകളിലൊക്കെ അത് എത്രത്തോളം, ഏതാണ്ട് ഇവിടം വരെ മുടി നീണ്ടു. അപ്പോൾ അമ്മയ്ക്ക് സമൂഹത്തിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ടുണ്ട്. അമ്മയ്ക്കും പപ്പായ്ക്കും ഒക്കെ ഉണ്ട്. അമ്മ പലതവണ പറഞ്ഞു, ഒരു ദിവസം കൈകൊണ്ട് ഇങ്ങനെ എടുത്താൽ ഒരു പിടി മുടി വരുന്ന രൂപത്തിൽ ഒരു പ്രത്യേക സാഹചര്യം അങ്ങുണ്ടായി. മിനിറ്റുകൾ കൊണ്ട് ഞാൻ ഭയന്നു. അന്ന് തന്നെ പോയി തല ഷേവ് ചെയ്തു. ദൈവത്തിന് സ്വാഗതം. അപ്പോൾ ഇങ്ങനെ ഭയത്തിൽ രൂപപ്പെട്ട ഒരു ദൈവവിശ്വാസം. അത് കഴിഞ്ഞപ്പോൾ പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇവിടെ കടയിൽ വന്നിരുന്ന ഹരി ഒരു ദൈവവിശ്വാസി അല്ലായിരുന്നു. അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ഒരു വിശ്വാസത്തിലാണ്. ഞങ്ങൾ തമ്മിൽ മണിക്കൂറുകൾ സംസാരിച്ച ശേഷം 1 മണിയോ 2 മണിയോ ഒക്കെ ആയിട്ട് ഞാൻ നടന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരത്തേക്ക് നടന്ന് ഞാൻ വീട്ടിൽ പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ കോൺവെർസേഷനുകളിൽ, അല്ലെങ്കിൽ ഈ സംഭാഷണങ്ങളിൽ പങ്കുകാരനായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. അത് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ അനുഭവങ്ങളുടെ സാക്ഷ്യം മറ്റൊരു ഭാഗത്ത് കിടക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ഒത്തിരി രൂപപ്പെട്ടു. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, ആരോടും ചോദിക്കാൻ കഴിയാത്ത ചോദ്യങ്ങൾ, ഉത്തരം തരാൻ പറ്റുമെന്ന് നമുക്ക് ബോധ്യമുള്ള, വിശ്വാസമുള്ള ഒരാളെയും കാണാത്ത അവസരം. ദൈവത്തിന് സ്വാഗതം. ഇതിനിടയ്ക്ക് നിർബന്ധത്താൽ സ്നാനപ്പെട്ടു. വേറിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവിതം ക്രമപ്പെടുത്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറയാം, സ്വഭാവം കൊണ്ട്. ഈ സംഗതികൾക്കിടയിൽ ഒരു 10 വർഷത്തിലധികം സമയം ഗ്യാപ്പുണ്ട് കേട്ടോ. യഥാർത്ഥമായിട്ട് വെള്ളത്തിൽ കൊണ്ട് മുക്കിയതും വാസ്തവമായിട്ട് മാനസാന്തരം എൻ്റെ ഉള്ളിൽ വന്നതും തമ്മിൽ 10 വർഷത്തിലധികം അകലമുണ്ട്. അത് കഴിഞ്ഞപ്പോഴും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സംഗതി ഒരു കീറാമുട്ടിയായിട്ട് എൻ്റെ മുമ്പിലുണ്ടായി. ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാപിക്കുമെന്നുള്ള ഒരു വിശ്വാസവും എനിക്കില്ല. ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന സഭയിലാണെങ്കിൽ
ഒരു മനുഷ്യനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരു സഭയും അല്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. സാധനം അതിന് സാക്ഷിയാണ്. അങ്ങനെ എനിക്ക് ICPFന്റെ പ്രവർത്തനത്തിനോട് താല്പര്യം ഉണ്ടായി. അവരുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ചെറുപ്പക്കാരായ 2 ശുശ്രൂഷകർ അവരോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് മനസ്സിന് താല്പര്യം തോന്നുന്ന, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം പറയാൻ പറ്റുമെന്ന് തോന്നുന്ന എല്ലാവരോടും ഞാൻ ഈ കാര്യം പറയാറുണ്ട്. ഇവരോട് ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം ചോദിച്ചോളൂ. കാര്യം അങ്ങനൊരു ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡെസ്പറേറ്റ്, നിരാശാജനകമായൊരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തി. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുമെന്ന് ചോദിച്ചു. കാര്യം അന്ന് ഈ പ്രാപിക്കണം എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്ന കാലം. അതെന്താ ജോൺസ് അങ്ങനെ പറഞ്ഞ്? ഇന്ന് പ്രാപിക്കും എന്നവർ പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഒരല്പസമയം വചനചിന്തയ്ക്കായിട്ടും അതിനുശേഷം പ്രാർത്ഥനയ്ക്കായിട്ടും എടുത്തു. ദൈവകൃപയാൽ അന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പോകാനിടയായി. അനുഭവങ്ങൾ ഒരു ഭാഗത്തുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ഒരു ഭാഗത്ത് അനുഭവിക്കുന്നുണ്ട്. ഇത് രണ്ടും നിൽക്കുമ്പോഴും എൻ്റെ ചോദ്യങ്ങൾക്ക് പിന്നെയും ഉത്തരവില്ലാതെ തുടർന്നുണ്ട്. വചനം പഠിക്കാൻ ആഗ്രഹം തോന്നി. അതിനെക്കുറിച്ച് നന്നായിട്ട് വായിക്കുന്നുണ്ട്. സംഭവ കഥകൾ മുഴുവൻ നന്നായിട്ട് അറിയാം. പക്ഷേ അതിനകത്തുനിന്ന് സംശയങ്ങൾക്ക് ഉത്തരമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. യേശുക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിത്വം പോലും ഒരു ദൈവമായിട്ട് കരുതാമോ? ആ ജനനത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ള തോന്നലൊന്നും, അറിവൊന്നുമില്ല. ആകെയുള്ള തിരിച്ചറിവ് പറഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ അപ്പുറത്ത് എഴുതിയേക്കുന്നു, അത് തന്നെ ഇപ്പുറത്ത് പറഞ്ഞിരിക്കുന്നു. ഇതെന്താണെന്നുള്ള യാതൊരു തിരിച്ചറിവില്ല. നമ്മൾ സാധാരണ വായിക്കുന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് യാതൊരു എക്സ്പ്ലനേഷനും ഇല്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം പ്രവചനമാണെന്ന് നമുക്കറിയാം. പക്ഷേ അതിനപ്പുറം വേറൊന്നും അറിയത്തില്ല. പ്രവാചകന്റെ പുസ്തകം ആയതുകൊണ്ട് പ്രവചനമെന്ന് പറയുന്നു. അല്ലാതെ അത് പ്രവചനമെന്ന് എങ്ങനെ ഗ്രഹിക്കാൻ പറ്റുമെന്നുള്ള ഒരു തിരിച്ചറിവുമില്ല. ഒരു പ്രസംഗത്തിലും അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. വചനം പഠിക്കാനുള്ള താല്പര്യത്തിൽ ഒത്തിരി നീട്ടാതെ ഞാൻ പറയാൻ ശ്രമിക്കാം. പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സൗകര്യം തുടങ്ങിയ കാലമാണ്. ചില ബൈബിൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് പറഞ്ഞാൽ മോഷ്ടിച്ച് വരെ കേട്ടിട്ടുണ്ട്. പറഞ്ഞാൽ അവർ പൈസ കൊടുത്ത് വാങ്ങണം എന്നുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ അന്ന് ഒരു $1 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ. കുറച്ച് $1 എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ചങ്ക് തകരും. അന്നത്തെ ശമ്പള അവസ്ഥയ്ക്ക് വളരെ മോശമാണ്. രണ്ടറ്റം എത്താത്ത കാലം, കടം കൂടി നിൽക്കുന്ന കാലം. അങ്ങനെ രണ്ട് ദൈവദാസന്മാരുടെ ക്ലാസ്സുകളിൽ ഞാൻ ആകസ്മികമായിട്ടെത്തി. അതിലൊന്നാണ് ചക്ക് സ്മിത്ത്, മറ്റൊരു ചക്ക് സ്മിത്ത്. ഇവരിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രത്യേകാൽ ഒരു ആത്മാവിൻ്റെ വ്യാപാരം ആ കേൾവിയിൽ അനുഭവിക്കാൻ തുടങ്ങി. അന്ന് ഏറ്റവും വിലയുള്ള നോക്കിയ മൊബൈൽ വാങ്ങിയിട്ട് അതിനകത്ത് MP3 ലോഡ് ചെയ്തിട്ട് പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം കേട്ടുകൊണ്ടേയിരുന്നു. വാഹനത്തിലിട്ട് കേട്ടുകൊണ്ടേയിരുന്നു. ഓരോ സ്ഥലത്തും വ്യക്തമായിട്ട് എൻ്റെ ചോദ്യങ്ങളുടെ, ഉത്തരവില്ലാത്ത ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെയുള്ള പലർക്കും അറിയാം എന്നിൽ മാറ്റങ്ങൾ ഉണ്ടായത് ആരും പ്രേരിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാനത് ക്ലോസ് ചെയ്യാം. പല പാട്ടുകൾക്കും ഞാനിവിടെ ചാടി ആരാധിക്കുന്നത് പലരും കണ്ടിട്ടുണ്ടാവും. ഒരാളും എന്നോട് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു കാര്യമല്ല ഞാൻ. അതെന്നോട് ആരാധിച്ചു തുടങ്ങിയ സിജോയ്ക്ക് എന്നോടൊപ്പം ആരാധിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഞാനൊരു രീതി ഡെവലപ്പ് ചെയ്തത്. ഒന്നുകൂടെ അത് എന്തിനത് പറഞ്ഞു എന്നൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആവർത്തിച്ച് അതുകൂടെ പറയാം. എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ബോധ്യങ്ങളാണ് എന്നെ അത്രയും സന്തോഷത്തോടെ ആരാധിക്കാൻ പ്രാപ്തനാക്കുന്നത്.
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ് എന്നെ അങ്ങനെ ആരാധിക്കാൻ സന്തോഷിപ്പിക്കുന്നത്. ദൈവത്തിൽ എനിക്കുള്ള പ്രത്യാശയാണ് എന്നെ അങ്ങനെ ആരാധിപ്പിക്കാൻ പ്രാപ്തനാക്കുന്നത്. ആ സമയത്ത് എന്നെ ആര് നോക്കുന്നെന്നോ എന്നെ ഏത് വിധത്തിൽ ആര് പരിഗണിച്ചിട്ടുണ്ടെന്നോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. അതെൻ്റെ ചിന്താവിഷയമല്ല. കാര്യം എന്നേക്കാൾ അതിശ്രേഷ്ഠനായ ഒരുവന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. ഇന്നത്തെ വിഷയത്തിനായിട്ട് നമ്മൾ യൂദായുടെ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. വിശ്വാസത്യാഗത്തെക്കുറിച്ചാണ് എടുക്കുന്നത്. ഞാൻ വേറെ കുറേ കാര്യങ്ങൾ ഇന്നലെ വരെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷേ അത് ഞാൻ അവസാന മിനിറ്റിൽ അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനുശേഷം ഞാനിത് തയ്യാറാക്കിയതിൻ്റെ രേഖയൊക്കെ എൻ്റെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ചിലപ്പോൾ മനസ്സുകളിൽ എത്തണമെന്നില്ല. ചിലപ്പോൾ ഞാനത് ടാർഗറ്റ് ചെയ്തതുപോലെ തോന്നും എന്നുള്ളത് കൊണ്ട് ഞാനത് ഇത്തവണ ഒഴിവാക്കുക. കുഴപ്പമില്ല, സാവകാശം അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത വിധത്തിൽ അത് ഓരോ തവണയായിട്ട് ഞാൻ അവതരിപ്പിച്ചോളാം. 2 തിമോഥെയോസ് 2:3 വാക്യം. രണ്ട് തിമോഥെയോസ് 2:3. ആരും ഏത് വിധേന നിങ്ങളെ ചതിക്കരുത്. 2 തെസ്സലോനിക്കറാണ്. തെസ്സലോനിക്കറാണോ? 2 തെസ്സലോനിക്കർ 2:3 വായിച്ചത്. വായിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്യാഗത്തെക്കുറിച്ച് വളരെ നല്ല തിരിച്ചറിവ് വിശ്വാസിക്കുണ്ടായിരിക്കണം എന്ന് ലേഖകന്മാർ പലരും ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നമ്മളും ആഗ്രഹിക്കണം. യൂദയും ആഗ്രഹിക്കുന്നു. യൂദ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഞാൻ ഭയങ്കര പ്രയാസം കഴിച്ച് ലേഖനം എഴുതി എന്നാണ് പറയുന്നത്. പക്ഷെ ആ ലേഖനം കണ്ടാൽ നമുക്ക് തോന്നത്തില്ല. പക്ഷെ അതിൻ്റെ കണ്ടന്റ് വായിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും തോന്നും അതിന് വളരെയധികം പ്രയാസം കഴിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകും. വിശ്വാസത്യാഗം സംഭവിക്കും, വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശുക്രിസ്തു തന്നെ സംശയം ഉന്നയിച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടിക്കണക്കിന് വിശ്വാസികൾ ലോകത്തുണ്ടല്ലോ എന്ന് ധൈര്യപ്പെടരുത്. എവിടെയോ നമ്മുടെ ചിന്താഗതിക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന് മാത്രമേ മനസ്സിലാകാം. വിശ്വാസം ഈ പറയുന്ന എല്ലാവരുടെയും ഉള്ളിലില്ല. നമ്മൾ പറയുന്നത് ഈ കൂടിവരവിനെ കുറിച്ചല്ല, നമ്മുടെ അകത്ത് നിലനിൽക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ യേശു എൻ്റെ ദൈവമാണ്, അവൻ എന്നെ വീണ്ടെടുത്തവനാണ്, അവൻ ഈ ഭൂമിയിലേക്ക് വന്നവനാണ്, അവൻ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, പരിശുദ്ധാത്മാവിനെ വാങ്ങി എനിക്ക് തന്നിരിക്കുന്നു എന്നൊക്കെയുള്ള ബോധ്യം കൃത്യമായിട്ട് നിലനിൽക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി അത് മാത്രമല്ല, ക്രിസ്തുവിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന ഏതൊരു സമയത്തും അത് പരിശുദ്ധാത്മാവിനാൽ ബോധ്യം തരുന്ന വിശ്വാസമുള്ളയാളിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ പഴയ ഉദാഹരണം സ്ഥിരം പറയുന്നൊരു സാധനമാണ്, എന്നാലും പറയാം. യഹൂദന്മാരിൽ ചിലര് യെരുശലേമിൽ നിന്ന് വന്ന് പ്രാസംഗികരായിട്ട്, നമുക്കറിയാം കേരളത്തിൽ നിന്ന് വരുന്ന ഒരു പ്രാസംഗികനെ നമ്മളുടെ ഉള്ളിൽ എത്രത്തോളം നമ്മൾ ബഹുമാനിക്കാറുണ്ടെന്ന് നമുക്കറിയാം. സാധാരണ ഒരു സഭയിലും സ്ഥലം പാസ്റ്ററേക്കാൾ കൂടുതൽ ബഹുമാനം കൊടുക്കാറുള്ളത് ഗസ്റ്റ് പാസ്റ്ററുടെ പ്രസംഗത്തിനാണ്, സാധാരണ സഭയിൽ. അങ്ങനെ ഇരിക്കെ യഹൂദന്മാരായിരിക്കുന്ന ചിലർ വന്ന് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ടതും ശരി, സ്നാനപ്പെട്ടതും ശരി, പക്ഷേ രക്ഷയ്ക്കായിട്ട് എന്തുകൂടെ വേണം, പരിച്ഛേദനയും കൂടെ വേണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരുന്ന പൗലോസിന് പരിശുദ്ധാത്മാവിനാൽ ഇത് ശരിയല്ല. മറ്റ് പല ശുശ്രൂഷകർക്കും ഇതിനെക്കുറിച്ച് ബോധ്യം വന്നു, ഇത് ശരിയല്ല ഈ പ്രസംഗം. പക്ഷെ ആ പ്രസംഗത്തിനെ സപ്പോർട്ട് ചെയ്യാൻ യഹൂദന്മാരായതുകൊണ്ടായിരിക്കാം, കൂടുതൽ ആളുണ്ടായതുകൊണ്ടായിരിക്കാം, അതെന്തായി തർക്ക വിഷയമായി. അപ്പോൾ അതങ്ങനെ വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. കാരണം ക്രിസ്തുവിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തുന്ന വസ്തുത തന്നെയാണ്. അതുകൊണ്ട് ഇത് സഭയിൽ ഒരു കാലത്തും ഉപദേശമായി നിലനിൽക്കരുത് എന്നുള്ള ബോധ്യത്തോടു കൂടി പൗലോസ് എന്തു ചെയ്തു?
ഈ വിഷയമായിട്ട് യാത്രാ സൗകര്യം ഇന്ന് പറയുന്ന പോലെ ഇന്റർനെറ്റിൽ ഒരു ടിക്കറ്റ് എടുത്ത് വെച്ച് പെട്ടെന്ന് ചെന്ന് കയറാൻ പറ്റുന്ന സ്ഥലമല്ല പൗലോസ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഒന്നിലധികം പേരോടുകൂടി ഈ യാത്ര തീരുമാനിച്ച് യെരുശലേമിലേക്ക് എത്തുന്നത്. ഈ ഒരു വിഷയത്തിന് നമ്മുടെ എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരെയും സ്വഭാവ രീതി വെച്ച് പറഞ്ഞാൽ, ഈ ഒരു നിസാര വിഷയത്തിന് വേണ്ടി ഇത്രയും വലിയ പാട് കഴിക്കണമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം. യേശു ക്രിസ്തുവിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തുന്ന ഏതൊരു കാര്യത്തിനും വിശ്വാസി ഭയങ്കര അധ്വാനം, പോരാട്ടം കഴിക്കണമെന്നുള്ള നിർബന്ധമാണ്. അവിടെ ചെന്ന് ഈ വിഷയം മുഴുവൻ പറഞ്ഞപ്പോൾ യെരുശലേമിൽ നിൽക്കുക, കൂടുതൽ സപ്പോർട്ട് ആർക്കുണ്ടാവും? യഹൂദന്മാർക്കുണ്ടാകും തീർച്ചയായിട്ടും. കാര്യം അവരുടെ എണ്ണമാണ് ആയിരിക്കണം അവിടെ കൂടുതൽ. ഒന്നുമില്ലെങ്കിൽ കാഴ്ചക്കാരായിട്ട് വന്നവരെങ്കിലും കുറച്ച് പേര് കാണും. നമ്മുടെ ആൾക്കാർ പറഞ്ഞു എന്നുള്ള തോന്നൽ പോലും പലർക്കും കാണും. അതെല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടായ ഒരു പ്രശ്നം അത് തന്നെയാണ്. ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം ഭക്ഷണം കൊടുക്കാതിരുന്ന അവസ്ഥ പോലും അവിടെ ഉണ്ടായി. അവിടെ കേട്ടോണ്ടിരുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ യാക്കോബിനും തോന്നി പൗലോസ് പറഞ്ഞ ആശയം ശരിയാണ്. ഇതാണ് വിശ്വാസത്യാഗത്തെ തിരിച്ചറിയുന്ന പരിശുദ്ധാത്മാവ് അകത്തുണ്ടായിരിക്കുന്നത്. ദൈവത്തിന് സ്വാഗതം. ഈ വാക്ക് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാ, സദൃശവാക്യം 14:14. പക്ഷെ വളരെ നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്വാഗതം. എനിക്ക് മടുപ്പിനെ കുറിച്ച് പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മനസ്സിൽ തോന്നാറുള്ള സംഗതിയാണ്. നമ്മളിവിടെ യൂത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ കുറച്ച് പേര് മുതിർന്നവരും തന്നെ അവർക്ക് അന്നേരം കുറച്ച് സമയം വെള്ളം കുടിക്കണം തോന്നും. വെള്ളം കുടിക്കാൻ വന്ന മറ്റൊരു സഹോദരനോട്, അതുവരെ കണ്ട കൈപോലും കൊടുക്കാത്ത സഹോദരനോട് സംസാരിക്കണമെന്ന് തോന്നും. അങ്ങനെ വിവിധ കാര്യങ്ങൾ നടക്കും. ഇത് കാണുമ്പോൾ അകത്തിരിക്കുന്ന എനിക്കൊരു പ്രയാസം. ഒരു വിധത്തിലും എനിക്ക് അങ്ങോട്ട് സാധിക്കുന്നില്ല. ഞാൻ കാല് ചൊറിയുന്നു, കൈ ചൊറിയുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, അവൻ ഇങ്ങോട്ട് അകത്ത് കയറിയിരുന്നോളെ ഇവരെന്ത് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. വെളിയിൽ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഓരോരുത്തർ അലുവ കൊണ്ടുവരാറുണ്ട്. ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5-6 പേര് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് നിന്ന് വർത്താനം പറയാം. എനിക്ക് പ്രയാസം തോന്നാറുണ്ടോ? ദൈവത്തിന് സ്വാഗതം. യൂദ 1:3. ആ അതെ, വായിച്ചോ. നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രകോപിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. മതി. വിശ്വാസത്തിന് വേണ്ടി ഇത്ര പോരാടാൻ എന്തുവാ? നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ ദിവസം പ്രാർത്ഥിക്കുന്നു, വായിക്കുന്നു, പോരെ. എന്ത് പോരാട്ടം? നമുക്ക് മുന്നേ പോയവരെന്ത് പോരാടിയാ, എന്ത് പോരാടിയിട്ടായിരുന്നു നിലനിർത്തിയത്? ഈ ബോധ്യം അകത്തോട്ട് വരുന്നുണ്ടോ? ഈ ബോധ്യം അകത്തോട്ട് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് വൈകുന്നേരമാണ് ഇരുന്ന് തലയൊന്ന് നൂത്ത് നിർത്താൻ പെടുന്ന പാട് നമുക്കറിയാം. മറ്റേ മഹർഷിമാർ വെച്ചിരുന്ന ആ സാധനം ഉണ്ടല്ലോ, കൈയൊക്കെ വയ്ക്കുന്ന, ഈ ജാക്കി ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇത് നിർത്താൻ പറ്റുമായിരുന്നു തോന്നുന്നു. ദൈവത്തിന് സ്വാഗതം. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണം എന്ന് ആദ്യത്തെ നൂറ്റാണ്ടിൽ, യേശുക്രിസ്തു ജീവിച്ചിരുന്ന ആ നൂറ്റാണ്ടിൽ ഏറ്റവും അവസാനം 90കളിൽ ജീവിച്ച് ലേഖനം എഴുതിയ ഒരാൾ അതിനുവേണ്ടി പോരാട്ടം കഴിച്ച ഒരു ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ 2000 വർഷത്തിന് ശേഷം നിൽക്കുന്ന നമ്മൾ എത്രയധികം പോരാടണമെന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ മുന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു ഒപ്പിടാൻ വേണ്ടി, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഒപ്പിടാൻ വേണ്ടി ഒരു ജില്ലയിൽ ഒരു പാസ്റ്ററെ തിരഞ്ഞെടുത്താൽ എപ്പിസ്കോപ്പൽ സഭകളെ പോലെ നമ്മൾ ആയിത്തീരുമെന്ന് അന്ന് പറഞ്ഞ് സംസാരിച്ചവർ
അന്നത് ലാഘവത്തോടെ വിട്ടു. ഇന്ന് ആ ഒരു ഡിസ്ട്രിക്ട് പാസ്റ്ററോ അല്ലെങ്കിൽ മിനിസ്റ്ററോ അങ്ങനെയുള്ള ആൾക്കുള്ള അധികാരം എന്താണെന്ന് അറിയണമെങ്കിൽ നാട്ടിൽ ചെന്ന് നോക്കണം. ഈ പോൾ ജോണിന്റെ പപ്പായുടെ മരണവേളയിൽ ഞാൻ നേരിട്ട് കണ്ട, ഒന്നിലധികം എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിളാണ്, ഇദ്ദേഹത്തെ കൂടെ കണക്ട് ചെയ്ത് പറയുക. പ്രായമുള്ള ദൈവദാസന്മാര് സ്റ്റേജിൽ കയറി വന്നിരുന്നാൽ ഒരു ഈച്ച പോലും തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ അധികാരം കയ്യിലുള്ള ആള് ചെറുപ്പക്കാരനായാലും വന്നു കഴിയുമ്പോൾ സ്റ്റേജ് മാത്രമല്ല കാണികൾ ഉൾപ്പെടെ എഴുന്നേറ്റ് നിന്ന് വന്നിക്കുന്നത്. എന്തിനാ വന്നിച്ചേ? അദ്ദേഹത്തിലുള്ള വിശ്വാസത്തെയാണോ, അദ്ദേഹത്തിന്റെ പ്രായത്തെയാണോ, അദ്ദേഹത്തിന്റെ പക്വതയാണോ? അല്ല, ജനം തിരഞ്ഞെടുത്ത് ജനമല്ല വോട്ട് കൊടുത്ത് ആൾക്കാർ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരിക്കുന്ന ചെങ്കോലിനെയാണ് ബഹുമാനിച്ചത്. നമ്മളിത് ലജ്ജയില്ലാതെ ഇതിനെ പിൻപറ്റും. നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുക അഭിമാനത്തോടെ. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ കാലത്തുണ്ടായ ഒരു വീഴ്ചയെക്കുറിച്ച് പെട്ടെന്ന് സൂചിപ്പിക്കാം. ആവർത്തനം 20:16. സോറി, ആ വാക്യമല്ല കേട്ടോ. യോശുവ 18:2-3 വായിച്ചു. പതിനെട്ടിന്റെ 2-3 യോശുവ. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും? ഓരോ ഗോത്രത്തിനും 3 പേരെ നിയമിപ്പീൻ. ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട് ദേശത്തു കൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി എന്റെ അടുക്കൽ മടങ്ങി വരും. അവരെ അങ്ങോട്ട് കയറ്റിവിടുമ്പോൾ പറഞ്ഞത്, ഈ ദേശത്ത് ഒരാളിനെയും ശേഷിപ്പിക്കാതെ ദേശം നിങ്ങൾ പിടിച്ചടക്കണം, ഒരാളെയും വിട്ടേക്കരുതെന്നാണ്. ഇപ്പോ പകുതി പിടിച്ചടക്കിയപ്പോൾ കുറെ പേർക്ക് സ്ഥലം അനുവദിച്ച് കിട്ടി. അവരെ സ്ഥലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് തിരക്കുണ്ട്. ഒരു വീട് വെച്ചിട്ട് വേണം കൊച്ചിനെ സ്കൂളിലോട്ട് വിടാൻ. അപ്പോൾ സ്കൂളിന് വേണം, സെറ്റ് വേണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എല്ലാവർക്കും തിരക്കായി. യുദ്ധത്തിന് വരാൻ ആളില്ല. യോശുവ അവസാനം നിയമം പറഞ്ഞു. മനസ്സിലായോ? സമൂഹത്തിന്റെ പരാജയം തുടങ്ങുക അവിടെ. യുദ്ധത്തിന് എല്ലാവരും ഒരുമിച്ച് പോരണം. ഈ യോർദാൻ അക്കരെ ഉള്ളവർ പോലും ഇപ്പുറത്ത് വന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് യോശുവ റിക്വസ്റ്റ് കൊടുക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 3 പേരെയെങ്കിലും വിടാൻ. യുദ്ധത്തിന് ആളില്ല. അപ്പുറത്ത് പിന്നെയും ശത്രുക്കളുണ്ട്. ദൈവം പറഞ്ഞ പ്രവൃത്തി തീർന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. 23:7 വായിച്ചു. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജനതകളോട് നിങ്ങൾ ഇടകരുതരുത്. അവരുടെ ദേവന്മാരോട് നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയും വരുന്നത്, അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും വരുന്നത്. അപ്പോ മൊത്തം മാറ്റണമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തു പറ്റി? മാറ്റാൻ പറ്റിയില്ല. യോശുവ ശ്രമിച്ചിട്ട് യുദ്ധം തീർന്നില്ല. അവസാനം എന്ത് ചെയ്തു? തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിയമം കൂടെ കൊടുത്തു. അവരോട് താമസിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഇടപാടൊന്നും ഉണ്ടാകരുത്. നടക്കുന്ന കാര്യമാണോ? നടക്കത്തില്ലെന്ന് ഉറപ്പാണ്. യാതൊരു സംശയവുമില്ല. കാര്യം വേലിക്ക് വെച്ച് കണ്ടപ്പോൾ തന്നെ നമുക്ക് സഹിച്ചില്ല. വിലയാവിന്റെ കാര്യത്തിൽ കണക്ട് ചെയ്താൽ ഞാൻ പറയുന്നത്, അവർ വേലി കൊണ്ട് നിർത്തിയതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്തായിരുന്നു നമുക്ക് മുന്നേ ഉള്ളവർ കഴിച്ച പോരാട്ടം? തർക്കങ്ങൾക്ക് അവിടെ പരിഹാരം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. ഉപദേശ വ്യത്യാസം വേദപുസ്തക വിരോധമായിട്ട് വന്നാൽ അവിടെ അതിന് സകല ഉത്സാഹവും കഴിച്ചിരുന്നവര്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ മാത്രം പോരാ, കർത്തൃമേശയ്ക്ക് വേഷം കൂടെ മാറണമെന്ന് പറയുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കാൻ കഴിയാത്ത വിധം നമ്മൾ ഇന്ന് എന്തായിപ്പോയി? ഇനി ദൈവിക കൽപ്പനകൾക്ക് വിരോധമായി നിന്നവരെ നമ്മൾ ഇപ്പോഴും വണങ്ങേണ്ടി വരുന്ന അവസ്ഥ. ആരെങ്കിലും പറഞ്ഞാൽ, ഓ നമ്മളൊന്നും അറിയണ്ട, നമ്മളൊന്നും അറിയുന്നില്ല, നമ്മൾ ദൂരെയല്ലേ,
നമ്മളതൊന്നും നേരിട്ട് ഇടപെടാൻ പോകുന്നില്ലല്ലോ. നാട്ടിൽ ചെന്നാലും അപ്പോസ്തലൻ എന്ന് വിളിക്കേണ്ടത് ഇവരെയൊക്കെ തന്നെയാണ്. എന്തുകൊണ്ട് അറിയണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് 2:2 വായിച്ചു. മതി. ഒരു സഭയ്ക്ക് എഴുതുന്ന ലെറ്റർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അപ്പോസ്തലന്മാരെ ഇവര് പരീക്ഷിച്ചത് ഈ സഭയ്ക്ക് മുകളിലാണോ താഴെയാണോ? നമ്മൾ അതുവരെ വായിച്ചുള്ള വേദപുസ്തകം വെച്ച് നോക്കിയാൽ ഈ അപ്പോസ്തലൻ സ്വാഭാവികമായിട്ടും ഈ സഭ ബഹുമാനിക്കുന്ന സ്ഥലത്ത് നിൽക്കുമോ അതോ സഭയുടെ കൂടെ നിൽക്കുമോ? ഉത്തരം വരുന്നില്ല. നിങ്ങൾക്കറിയാം പ്രശ്നമായെന്ന്, അതുകൊണ്ടായിരിക്കും ഉത്തരം പറയാത്തത്. ഞാൻ പറയാം. സഭ ബഹുമാനിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ആളിനെയാണ് അവരെന്തോ ചെയ്തത്? പരീക്ഷിച്ച് ആ സ്ഥാനത്ത് നിൽക്കാൻ നീ യോഗ്യനല്ല എന്ന് കണ്ടിട്ട് അവരെന്ത് ചെയ്തു? അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഇതാണ് നമുക്ക് മുന്നേ കടന്നു പോയവർ നമുക്ക് പറഞ്ഞു തരുന്ന മാതൃക. വ്യത്യസ്തമായിട്ട് ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാൽ മറ്റൊരു കാര്യം കൂടെ പറയാം. എനിക്കറിയാവുന്ന ഒരു ശുശ്രൂഷകനുണ്ട്. അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ഒരു നിലവിളക്ക് എത്തിച്ചതിന് അദ്ദേഹത്തെ സഭയിൽ നിന്നും ശുശ്രൂഷയിൽ നിന്നൊക്കെ വെളിയിലാണ്. എനിക്കറിയത്തില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്താണ്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്ന നിലവിളക്കുന്ന തന്നെ അല്ലേ? ഇനി 2:9 വായിച്ചു. ഇപ്പോഴീ നമ്മുടെ കൂട്ടത്തിലെ യഹൂദരെന്ന് അഭിമാനിക്കുന്നവരുണ്ട്. സാത്താന്റെ പള്ളിക്കാരാരാ? 90-കളിൽ AD 90-ലെ കാര്യം പറഞ്ഞ അന്ന് എന്തോ ഉണ്ട്? സാത്താന്റെ ഒരു പള്ളിയെങ്കിലും നേരിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? മറ്റേ കൊച്ചിയിലൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലേ, അല്ലാതെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞു കേട്ടില്ല ഉള്ളു. അന്ന് ഒരെണ്ണം ഇവർക്ക് ഒന്നിലധികം പറയാനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്ര കാണും? നമ്മൾ ഈ പറഞ്ഞ പോലെ സാത്താന്റെ പള്ളിയിൽ നിന്നല്ല ബോർഡ് വെച്ചേക്കുന്ന ബോർഡ് എന്തോ ആയിരിക്കും? ഉറപ്പാണ്, സിജോയ്ക്ക് മനസ്സിലായി. ചർച്ച കൂടുന്ന തന്നെ ആയിരിക്കും ബോർഡ് വെച്ചേക്കുന്നത്. ബോർഡ് ചർച്ച കൂട് തന്നെ. അതുകൊണ്ടാണ് അവർ ആളിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടി വന്നത്. ബോർഡിനകത്തുണ്ടായിരുന്നെങ്കിൽ ഇവർ അവിടെ നിന്നുള്ളവരെ ഇങ്ങോട്ട് വിളിക്കത്തുമില്ലായിരുന്നു, ഇവർ അങ്ങോട്ട് പോകത്തുമില്ലായിരുന്നു. ബോർഡ് മറ്റത് തന്നെയാണ്. നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അന്ന് ഏറ്റവും കുറഞ്ഞ ഒന്നെങ്കിലും വെച്ചോ, ഒന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്ര കാണും? അന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഇന്ന് വരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സഭയ്ക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ? അന്ന് ഒരെണ്ണം അവർ തിരിച്ചറിഞ്ഞു, ഇന്ന് ഒരെണ്ണം പോലും തിരിച്ചറിയാനില്ല. ദൈവത്തിന് സ്വാഗതം. മറ്റൊരു വാക്യം റെഫറൻസ് ചെയ്തിട്ടാണ്. നീ എവിടെ പാർക്കുന്നു എന്നോ സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞൊരു വാക്യം ഉണ്ടോ? എത്രാമത്തെ വാക്യം അത്? 13. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറിൽ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പോസിനെ കൊന്ന് കാലത്തുപോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. മതി. അയലോക്കത്ത് താമസിക്കുന്ന ആരാ? അയലോക്കത്ത് താമസിക്കുന്ന ആരാ? സാത്താൻ. പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? നമ്മുടെ വിശ്വാസം കൃത്യമായിട്ട് ചർച്ചകൂടുകാരൻ താമസിക്കാത്തതിനടുത്തൊരു വീടോ സ്ഥലമോ വാങ്ങിക്കാൻ പോലും നമുക്കിന്ന് പേടിയാണ്. ഇനി പേടിയില്ലാത്തവനെ ബ്രദറെ അത് വേണ്ട, ഇവിടെ കുറച്ച് സംഗതി കാണുന്നുണ്ട്, വിരട്ടി നാട് കടത്തും. ദൈവം പ്രകീർത്തിച്ച സഭ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. അയൽവക്ക സാത്താൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സാത്താൻ. വിശ്വാസിക്ക് ഇതൊരു പ്രശ്നമല്ലെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞു. നമ്മളെ ഭയപ്പെടുത്തുന്നവരെ തിരിച്ചറിയണം നമ്മൾ.
തീർച്ചയായിട്ടും തിരിച്ചറിയണം. ഇതാണ് വിശ്വാസത്തിന് വേണ്ടി നമ്മൾ വിശ്വാസത്യാഗത്തെ തിരിച്ചറിയേണ്ട അവസ്ഥ. നമ്മൾ ഇതിനെ ഭയപ്പെടേണ്ടവരല്ല. അവനാണ് അവിടെ ഭരണം നടത്തുന്നത്. അത് നമ്മുടെ വിഷയമല്ല. അവൻ്റെ മേലൊരു അധികാരം ഉണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അത് ബോധ്യമുള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇനി 3:9 നമ്മൾ നേരത്തെ വായിച്ചതുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു വസ്തുതയാണ്. മനസ്സിലായി? നേരത്തെ പറഞ്ഞ അതേ സാത്താന്റെ പള്ളി, അതേ സ്വഭാവം. പക്ഷെ അവരെ എന്തോ ഇങ്ങോട്ട് വരുത്തുക ചെയ്യുന്നു. അവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്തുക. എന്തുകൊണ്ടായിരിക്കണം അവർ വന്നത്? ഇവിടുത്തെ തിരിച്ചറിവ് കുറച്ചുകൂടെ ശരിയാണെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ടാണ് അവരിവിടെ വന്നത്. അവരുടെ നിലപാടുമായിട്ട് ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഇവർ വരുമോ? അവർ വരേണ്ട കാര്യമില്ല. സാത്താന്റെ പള്ളിക്കാരുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിന്നാൽ അതിനകത്ത് ചിലത് മാനസാന്തരപ്പെടാൻ നമ്മൾ കാരണമാവും. അതിനോട് യോജിച്ച് നിന്നാൽ നമ്മളും അവരുടെ കൂടെ എണ്ണപ്പെടും. ഇനി സ്വയം തീരുമാനിച്ചോ എന്താ വേണ്ട? വിശ്വാസത്തിന് വേണ്ടി പോരാടാനുണ്ടോ അതോ ഇല്ലയോ? ഇനിയുണ്ട്. ഇത് നീണ്ടുപോകുന്ന ഒത്തിരി സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടു. സബ്ജക്റ്റ് മാത്രം പറയാം, ബാക്കി നിങ്ങൾ ചിന്തിച്ചെടുത്തു. പോൾ ജോൺ ഉറപ്പായിട്ട് പറയും, എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്ന കാലത്തെ വിശ്വാസം ഇന്നിനി ഇല്ല, അത് ഞങ്ങളെ കൊണ്ട് നിലനിർത്താനും പറ്റത്തില്ലെന്ന് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് പറയും. എനിക്കറിയത്തില്ല, പറയുമോ? പറഞ്ഞു നോക്കുക. കാര്യം അവരാണ് ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്നവർ, അവരെ കൊണ്ട് അത് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഗതി എന്താ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരുവിധം കുടുംബക്കാരായിട്ടുള്ളവരായിരിക്കും. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ കഴിച്ച ദോശയുടെ രുചി മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടോ? അത് പറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? അന്നത്തെ പോലെ അന്ന് മമ്മി പപ്പ അല്ല അമ്മ എന്ന് പറയുന്ന ആ വ്യക്തിത്വം വെച്ച് തന്ന പോലത്തെ ബീഫ് കറി ഏകദേശം വയ്ക്കാൻ പഠിച്ചില്ലേ? പഠിച്ചു പലരും. പഠിച്ചു എന്ന് മാത്രമല്ല, പെണ്ണുമ്പിള്ളെ കൊണ്ട് പെണ്ണുമ്പിള്ളെ പഠിപ്പിക്കുകയും ചെയ്തു, കുറ്റം പറഞ്ഞാണെങ്കിൽ. എവിടാ നമ്മൾ വീഴ്ച വന്നത്? ഏതായിരുന്നു നിലനിൽക്കേണ്ടത്? ദോശയും ബീഫൊക്കെ ഒന്നും നിലനിന്നോട്ടെ, അതൊക്കെ ആവശ്യം. നാക്കിന് രുചി വേണ്ടതല്ലേ? ചെറുതിലെ ശീലിക്കുന്ന ആ ശീലം മാറ്റാനൊക്കെ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഈ അച്ഛന്മാർ എൻ്റെ അമ്മ ഉണ്ടാക്കിയെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാര്യമാർക്ക് ഇത് കേൾക്കുമ്പം അടിയൊട്ട് മുടി വരെ ചൊറിയുകയും ചെയ്യും. ഇതറിയാമെങ്കിലും ഈ സാറന്മാരിത് പറയുകയും ചെയ്യും. ഉറപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി പോരാട്ടം കഴിക്കേണ്ടിയിരിക്കുന്നു. അന്ന് പോരാട്ടം കഴിക്കേണ്ടി വന്നെങ്കിൽ ഇന്ന് ഭീകര പോരാട്ടം നമ്മൾ കഴിക്കണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് കഴിക്കാതിരിക്കേണ്ടി വരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതീവ പോരാട്ടത്തിലൂടെ നമ്മളെ ദൈവം നയിക്കണം. ഈ കാലത്ത് വ്യാജന്മാർക്ക് വിരോധമായിട്ട് നിൽക്കാൻ നമുക്ക് കഴിയണം. അതിൽ ചിലരെ സത്യത്തിലേക്ക് നടത്താൻ നമുക്ക് കഴിയണം. ദൈവവേദനകൾ അങ്ങനെ അനുഗ്രഹിക്കും.